തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം അല്പസമയത്തിനകം ചേരും. കോഴിക്കോട് ലീഗ് ഹൌസിലാണ് യോഗം നടക്കുക. ലീഗ് സമസ്ത തർക്കവും വടകരയിലെ സർവകക്ഷി യോഗ വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനത്തിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കും. കെ അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, എത്ര മണിയോടുകൂടിയാണ് യോഗം തുടങ്ങുന്നത്? ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും? ഇപ്പൊ യോഗത്തിലെത്തിയ ടി മുഹമ്മദ് ബഷീർ സംസാരിക്കുകയാണ്. അതിന്റെ അതൊക്കെ മറ്റു കാര്യങ്ങൾ അവരുടെ നല്ല അതായിരിക്കും പറയുന്നുണ്ട്. അസ്മൃതി, അല്പസമയങ്ങൾക്കകം തന്നെ യോഗ നടപടികൾ ആരംഭിക്കും. പാണക്കാട് സാദിഖലി തങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുമാണ് ഇനി എത്തിച്ചേരേണ്ടത്. കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇതിനകം തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ പാണക്കാട് സാദിഖലി തങ്ങൾ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ യോഗം തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സാധ്യതകൾ, പ്രത്യേകിച്ച് മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് എത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അന്ന് പൊന്നാനിയിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ടിനും അതോടൊപ്പം തന്നെ മലപ്പുറത്ത് 2 ലക്ഷത്തിലേറെ വോട്ടുകൾക്കും ജയിക്കുമെന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. ആ ബൂത്ത് കമ്മിറ്റികളുടെ വിലയിരുത്തലടക്കം ഇന്നിപ്പോൾ സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനിയിലടക്കം സമസ്തയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഈ യോഗത്തിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനമാണ് ഗൾഫിൽ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പിന്നീടാണ് ഈ ഒരു തീയതി നിശ്ചയിക്കുകയും ഇന്ന് ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം നടക്കുകയും ചെയ്യുന്നത്. ഇത് പ്രധാനമായും സമസ്ത ലീഗ് തർക്കത്തിൽ കൂടുതൽ വഷളാക്കുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക. ഏതായാലും സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ഭിന്നതകൾ ഏത് തരത്തിൽ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. അതോടൊപ്പം തന്നെ സമസ്തയിലെ ചില നേതാക്കളുമായുള്ള ഭിന്നത ഏത് തരത്തിൽ മുന്നോട്ട് പോകും, അവരെ ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം മുസ്ലിം ലീഗിന്റെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗം ചേരും.